പരാജയം ശത്രുവല്ല, ഒരു അവസാനവുമല്ല, അത് വഴികാട്ടിയാണ്. അടുത്ത ശ്രമത്തിനുള്ള ഒരു പാഠമാണ്. നിർത്തരുത്. ഒരു ബൾബ് കത്താൻ ശ്രീ തോമസ് ആൽവ എഡിസൺ നേരിട്ട ആയിരക്കണക്കിന് പരാജയങ്ങളുടെ അനുഭവം ഏറെ രസകരമായി നിങ്ങളോട് പങ്കുവെക്കുന്ന ഈ വീഡിയോ അവസാനം വരെ കാണുക. പറഞ്ഞു കൊടുത്തൊരു വചനം ഇന്നും എന്നും ലോകത്തുള്ള മുഴുവൻ മനുഷ്യരുടെയും മനസ്സിലേക്ക് പെയ്തിറങ്ങി മായാതെ കിടക്കുന്നുണ്ട്. ഏതാണെന്നറിയോ? 1914 ന്യൂജേഴ്സിയിലുള്ള വെസ്റ്റ് ഓറഞ്ചിലെ എഡിസന്റെ പരീക്ഷണശാല മുഴുവൻ ഒറ്റ നിമിഷം കൊണ്ട് കത്തിയെരിഞ്ഞപ്പോ 67 വയസ്സ് പ്രായമുള്ള തോമസ് ആൽവ എഡിസൺ അതും നോക്കിയിട്ട് ഇങ്ങനെ കൂളായിട്ട് നിൽക്കുമ്പോ മകൻ ചാൾസ് പരിഭ്രാന്തനായി ഓടി വന്ന് അദ്ദേഹത്തിന് അച്ഛനോട്, അച്ഛാ, നമ്മുടെ പരീക്ഷണശാല കത്തി അമരുന്നത് കണ്ടില്ലേ എന്ന് ചോദിച്ചപ്പോ എഡിസൺ മകനോട് പറഞ്ഞ വാക്കുകൾ ഇന്നും മായാതെ കാലം സൂക്ഷിക്കുന്നത് എന്തുകൊണ്ടാ? അതിലെ പോസിറ്റിവിറ്റി കൊണ്ടാണ്. എന്താ അദ്ദേഹം പറഞ്ഞത്? നീ വേഗം പോയി അമ്മയെ വിളിച്ചുകൊണ്ട് വാ, ഇതുപോലെ ഒരു ദൃശ്യം ഇനി ജീവിതത്തിൽ കാണാനാവില്ല എന്ന്. ചാൾസ് പിന്നെയും ചോദിച്ചു, അച്ഛൻ എന്താണ് ഇങ്ങനെ ഭ്രാന്ത് പറയുന്നത്? അപ്പോ എഡിസൺ പറഞ്ഞ ഉത്തരമാണ് ഉഗ്രനായത്. മകനെ, നമ്മൾ ഇതുവരെ നടത്തിയ അബദ്ധങ്ങളെല്ലാം കത്തിച്ചാമ്പലായി, നമുക്ക് പുതിയത് തുടങ്ങുവാൻ സമയമായി. എഡിസൺ മകനോട് പറഞ്ഞ മഹത്തായ വചനം നമ്മുടെയൊക്കെ മനസ്സിലേക്ക് മാഞ്ഞു പോവാതെ പെയ്തിറങ്ങണം. അത് ഇതാണ്: വലിയ കാര്യങ്ങളിലേക്ക് കടക്കുവാൻ ചില പതനങ്ങൾ അനിവാര്യമാണ്. എന്താ കോൺഫിഡൻസ്! കണ്ടുപിടുത്തങ്ങളില് 1093 പേറ്റന്റുകളിലേക്ക് എത്താൻ എഡിസനെ സഹായിച്ചത് അടഞ്ഞ വാതിലുകളിലേക്ക് നോക്കി നിൽക്കാതെ തുറന്ന വാതിലുകൾ തേടിക്കൊണ്ടുള്ള നിരന്തരമായ യാത്ര മാത്രമാണ്. ഗൂഗിളിൽ വെറുതെ ഒന്ന് സെർച്ച് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ കാണാം, ബൾബ് കണ്ടുപിടിക്കാൻ വേണ്ടി മാത്രം 2774 പരീക്ഷണങ്ങളാണ് അദ്ദേഹം നടത്തിയത്. തുടർച്ചയായ 3 വർഷക്കാലം അദ്ദേഹത്തിന് നേരിടേണ്ടി വന്നത് പരാജയങ്ങൾ മാത്രമായിരുന്നു. എന്നിട്ടും എഡിസൺ ഓരോ പ്രഭാതത്തിലും പരീക്ഷണശാലയിലേക്ക് വരുന്ന സമയത്ത് ആവേശഭരിതനായിട്ടാണ് ഇങ്ങനെ കടന്നു വരുന്നത്. ഒരു ദിവസം അദ്ദേഹത്തിന്റെ സഹപ്രവർത്തകരെല്ലാം ഒത്തുകൂടിയിട്ട് എഡിസനോട് പറഞ്ഞു, മിസ്റ്റർ എഡിസൺ, ഇതുവരെ 700 തവണയും നമ്മൾ പരാജയപ്പെട്ടു, ഇനിയെങ്കിലും നമുക്ക് ഇതൊന്ന് നിർത്തിക്കൂടെ, ഒന്ന് അവസാനിപ്പിച്ചുകൂടെ എന്ന്. എഡിസൺ പൊട്ടിച്ചിരിച്ചുകൊണ്ട് അവരോട് പറഞ്ഞത്രേ, ആര് പറഞ്ഞു നമ്മൾ തോറ്റുപോയി എന്ന്? ആ 700 പരീക്ഷണങ്ങളും നടക്കുകയില്ല എന്ന് കണ്ടുപിടിക്കുന്ന കാര്യത്തിൽ നമ്മൾ ഓരോ തവണയും വിജയിക്കുകയായിരുന്നു ചെയ്തത് എന്ന്. 700 വാതിലുകൾ മുട്ടിയത് കൊണ്ടാണ് നമുക്ക് ഈ അറിവ് കിട്ടിയത് എന്നാണ് അദ്ദേഹം പറഞ്ഞത്. തീർച്ചയായും നമുക്കുള്ള ഒരു വാതിൽ എവിടെയോ തുറന്നു കിടക്കുന്നുണ്ട്, അത് കണ്ടെത്തുന്നതുവരെ നമ്മൾ പരീക്ഷണം തുറന്നുകൊണ്ടേയിരിക്കും എന്നാണ് എഡിസൺ ഒറ്റ ശ്വാസത്തിൽ പറഞ്ഞത്. മഴ പോലെ പെയ്തിറങ്ങട്ടെ ഈ വചനം, മഞ്ഞുതുള്ളി പോലെ മായാതിരിക്കട്ടെ ഈ വചനം. നിലപാട് TV കാണുന്നതിനും പിന്തുണയ്ക്കുന്നതിലും ഹൃദയം നിറഞ്ഞ നന്ദി. വീണ്ടും ഓർമ്മിപ്പിക്കട്ടെ, ലൈക്കും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കല്ലേ.